സമകാലിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ CPM ഒന്ന് മനസ്സിലാക്കണം. ആരെയാണ് നിങ്ങൾ വളർത്തിയത്? ആരെ തോൽപ്പിക്കാനായിരുന്നു നിങ്ങൾ വളർത്തിയത്? കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന സംഭവം. ഞാൻ ചോദിക്കട്ടെ, 2011 LDFിൻ്റെ ഒരു സ്ഥാനാർത്ഥി, ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ വോട്ട് അന്ന് പോയത്? അന്ന് നിങ്ങൾക്ക് 4 ഉറുപ്പ്യ കിട്ടിയവൻ്റെ പിന്നാലെ പോകുന്ന ഒരു ഏർപ്പാടായിരുന്നു നിങ്ങൾക്ക്. അന്ന് എന്തുകൊണ്ട് LDFിൻ്റെ ഇന്ന് നിങ്ങൾ പറയുന്ന ഇടതുപക്ഷം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാന്ന് പറയുന്ന നിങ്ങളുടെ ഇന്ന് അപ്പുറത്തിരിക്കുന്ന ഭരണകക്ഷിയിലെ MLA നിരന്തരമായി നിങ്ങളെ വിമർശിക്കുമ്പോൾ എവിടെ പോയിരുന്നു ആ ആവേശം? അന്നത്തെ ആവേശം ഇപ്പോൾ കാണുന്നില്ലല്ലോ. അന്ന് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ 2500 വോട്ടാണ് LDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ഷാജി ഇവിടെ കിട്ടിയത്. 47,000 വോട്ട്. CPMൻ്റെ വോട്ട് ഒഴിവ് അപ്പുറത്ത് പോയില്ലേ? ഇപ്പോൾ നിങ്ങളെന്തായി? ഇപ്പോൾ നിങ്ങൾ 2016 2020 ജയിപ്പിച്ചു. മുസ്ലിം ലീഗിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തും നിങ്ങൾ സ്വതന്ത്രന്മാരെ കൊണ്ടുവന്നു. ജലീലിനെ കൊണ്ടുവന്നു, ലില്ലി ഗഫൂറിനെ കൊണ്ടുവന്നു, കാരാട്ട് റസാഖിനെ കൊണ്ടുവന്നു, പിന്നെ KP ഒമരൻ്റെ മകനെ കൊണ്ടുവന്നു, മുസ്തഫാനെ കൊണ്ടുവന്നു. ഇങ്ങനെ നിങ്ങൾ എത്ര ആളെ കൊണ്ടുവന്നു? ഇപ്പം എന്തായി? ഒക്കെ തിരിഞ്ഞ് കുത്താൻ തുടങ്ങി. ഇപ്പോഴാണ് നിങ്ങൾക്ക് പാർട്ടിയെ പറഞ്ഞാൽ പറഞ്ഞത് നിങ്ങളൊരു ചുക്കും ചെയ്യില്ല, ആരും നിങ്ങൾക്ക് ചെയ്യാനും കഴിയില്ല, അതിനുള്ളൊരു ബാല്യം നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അടുത്ത കാലത്തെ കേരള രാഷ്ട്രീയത്തിൽ. ഇന്നൊക്കെ നിയമസഭയിൽ പോയി നോക്കണം. ഇന്ന് രാവിലെ ചെല്ലുമ്പോൾ ഒരൊറ്റ ഒന്നിൻ്റെ മുഖത്ത് ഒരു തെളിച്ചവും ഇല്ല. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാൽ കടന്നൽ കുത്തിയ മാതിരി ഉണ്ട്. അറിയങ്ങൾ ഇന്നത്തെ സ്ഥിതി അതാണ്. നിങ്ങൾ ആലോചിക്കണം. ഇവിടെ പറഞ്ഞല്ലോ സഫറു, മുസ്ലിം ലീഗും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി, മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി, MSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് അടക്കമുള്ളവർ നിരന്തരമായി അന്ന് SP സുജിത് ദാസിൻ്റെ കൊള്ളരുതായ്മകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്ത് നിങ്ങൾ പറഞ്ഞത്? അവസാനം താനൂരിൽ ജാഫറിയെ പോലീസ് ഉരുട്ടി കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോഴല്ലേ SP മാറ്റാൻ നിങ്ങൾ തയ്യാറായത്? പിന്നീട് ഭരണകക്ഷി MLA തന്നെ മനം തൊന്നുകൊണ്ട് ആ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴല്ലേ നിങ്ങൾക്കൊന്ന് ഇളകിയത്? ആദ്യഘട്ടത്തിൽ നിങ്ങളെല്ലാവരും MLA പ്രോത്സാഹിപ്പിച്ചില്ലേ? ആദ്യഘട്ടത്തിൽ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾക്ക് ശരിക്കാൻ കഴിയോ? ഇവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക്, ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്ക്, ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് നിങ്ങളപ്പുറത്തെ MLA ഒന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം എന്താ നിങ്ങളുടെ സ്ഥിതി? ഇപ്പം നിങ്ങൾ കഴിപ്പിച്ച് ഇറക്കാനും വയ്യ, മതിലിച്ച് തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയില്ലേ? നിങ്ങളെ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് ഞങ്ങളെയല്ല, ഞങ്ങളിൽ നിന്ന് പോയ ആൾക്കാരാണൊക്കെ വരെ. പക്ഷെ ഞങ്ങളെ തകർക്കാൻ, പക്ഷേ നിങ്ങളുടെ അന്ത്യം ഞങ്ങളെ തകർക്കാൻ വന്ന് നിങ്ങൾ വളർത്തിയവരെ കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെ പറ്റി? നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ പണക്കാരായ ആളുകളെയും അതുപോലെ തന്നെ ലീഗ് വിരോധികളെയും അല്ലെങ്കിൽ സമുദായത്തിലെ മറ്റുള്ള ആളുകളെയൊക്കെ പിടിച്ച് വോട്ട് നേടാനല്ലേ ശ്രമിച്ച്. ഇപ്പോൾ കാരാട്ട് റസാഖ് നിങ്ങൾക്ക് എതിരായില്ലേ? ജലീൽ എവിടെ നിൽക്കണത്? മിനിഞ്ഞാത്ത നിങ്ങളുടെ ഡീലല്ലേ ജലീൽ മാറ്റി പറഞ്ഞത്? മിനിഞ്ഞാത്ത നിങ്ങളുടെ ഡീലല്ലേ ജലീൽ മാറ്റി പറഞ്ഞത്? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എവിടേക്കാണ് CPM പോലുള്ള ഒരു പാർട്ടി പോകുന്നതായിരിക്കണേ? പിന്നെ പറയുന്നത് എന്താ? PR. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി പറയുന്നു എനിക്ക് പബ്ലിക് റിലേഷൻ്റെ അല്ലെങ്കിൽ ഏജൻസിയുടെ കാര്യമില്ല എനിക്കറിയാം. എന്നാൽ പിന്നെ തുറന്നാണ് പറഞ്ഞൂടെ? ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എന്താ പറയാത്തത്? എന്താ നിഷേധിക്കാത്തത്? നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ PR വർക്കിനെ സംബന്ധിച്ച്. അന്നൊക്കെ നിങ്ങൾ നിഷേധിച്ചില്ലേ? ഇപ്പം എന്താണ് നിങ്ങളുടെ മുഖം മിനുക്കാൻ ഇന്നലെ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് PR ഏജൻസിനെ ഏൽപ്പിക്കാൻ കോൺഗ്രസ് കനകരൂരിനെ ഏൽപ്പിച്ചപ്പോൾ നിങ്ങളെന്താണ് കോൺഗ്രസിന് PR വർക്കാണെന്ന് അതിനിപ്പം നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്? നിങ്ങൾക്ക് ഏത് ആശയത്തിലാണ് നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് CPM പറയണം. കഴിഞ്ഞ 8 കൊല്ലമായി കേരളം ഭരിച്ച് ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ, ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കാതെ, ഒരു ആരോഗ്യ രംഗത്തായാലും ഏത് രംഗത്തായാലും ഒന്നും നടക്കാത്ത, ഒന്നിനും ഫണ്ടില്ലാത്ത, വെറും ദൂർത്ത് മാത്രമായിട്ട് പാർട്ടിക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് മാറിയില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിശ്ചിതമായ വിമർശനം വരുന്നത്. ആരെങ്കിലും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനുണ്ടോ? സാധാരണ മുഖ്യമന്ത്രിയെ പറഞ്ഞാൽ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ പറഞ്ഞാൽ എത്ര ആൾ പ്രസ്താവനയായിട്ട് ഇറങ്ങും? ഞാൻ ഷാജി പറഞ്ഞ മാതിരി, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാതിരി വളരെ സങ്കടമുണ്ട്. അയാൾക്ക് പറയാൻ വേണ്ടി റിയാസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്.